ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സുകളായിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. Whenever your heart is broken, don't ever forget you're golden. I will find a light in your soul, I'll be there. ആൻഡ്രോയിഡ് ഫോണിലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ട്രിക്ക് നമുക്ക് നമ്മുടെ മൈൽ ഫയൽസ് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായി ജസ്റ്റ് മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇൻറ്റേർണൽ കാർഡും അതുപോലെ തന്നെ SD കാർഡുമില്ല ഫയൽസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും നിങ്ങൾക്ക് ടോപ്പിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് മോർ സ്പേസിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസസ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ലാർജ് ഫയൽസ്, അതുപോലെ തന്നെ അൺയൂസ്ഡ് ഫയൽസ്. ഈ അൺയൂസ്ഡ് ഫയൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മുമ്പ് യൂസ് ചെയ്ത ഫയൽസ് എന്ന് വെച്ചാൽ ഇതുവരെ എടുത്തായിട്ട് ഉപയോഗിക്കാത്ത ഫയൽസാണ് ഇതൊക്കെ. ഇതെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് യൂസ് ചെയ്ത ഓഡിയോസും ഫയൽസ് എല്ലാം ഇതിൽ സേവ് ആയിട്ടുണ്ടാകും. അതിനെല്ലാം ഒരു സ്റ്റോറേജ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫയൽസ് നമുക്ക് ഡയറക്റ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചുള്ള MB നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഓഡിയോ ഡിലീറ്റ് ആക്കിയപ്പോൾ തന്നെ 1.5 MB നമുക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഓഡിയോസ് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചതായാലും അതുപോലെ തന്നെ കൈൻ മാസ്റ്ററിൽ ഉപയോഗിച്ചതായാലും ഒരുപാട് ഓഡിയോസ് എല്ലാം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് യൂസ് ചെയ്ത ഫയൽസ് എന്ന് വെച്ചാൽ അൺയൂസ്ഡ് ഫയൽസ് അതെല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇൻറ്റേർണൽ സ്റ്റോറേജിനെ കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന രണ്ടാമത്തെ ഒരു ട്രിക്ക് നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡിവൈസ് ബൈൻഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് ഫയൽ, ബാറ്ററി ഫയലിൽ ഉണ്ടാകും. ജസ്റ്റ് സ്റ്റോറേജ് ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ക്ലീൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരുപാട് അൺനെസസറി ഫയൽസും അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഫയൽസിൻ്റെ കോപ്പിയെല്ലാം അവിടെ സേവ് ആയിട്ടുണ്ടാകും. അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസോ ആപ്സോ ഒന്നും പോകത്തില്ല. 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. നിങ്ങളുടെ ഒരു ആപ്സും നഷ്ടപ്പെടുത്തില്ല. പക്ഷേ അൺനെസറി ഫയൽസ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ വേണ്ടാത്ത ഒരുപാട് ഫയൽസ് എല്ലാം ഡിലീറ്റ് ആകുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒരു പരിധി വരെ നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻറ്റേർണൽ സ്റ്റോറേജിനെ കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന മൂന്നാമത്തെ ഒരു ട്രിക്ക് നമുക്ക് നമ്മുടെ മൈ ഫയൽസിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ ഒരു ഫയൽ ഉണ്ടാകും. ആ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മീഡിയ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പ് ഇമേജസ് എന്നുള്ളൊരു ഫയൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം രണ്ടാമതായിട്ട് സെൻഡ് എന്നുള്ളൊരു ഫയൽ മാത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫയൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്തിരിക്കുന്ന ഇമേജസ് മാത്രമായിട്ട് ഒരു ഫയൽസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഫയൽസ് തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെൻഡ് എന്നുള്ളൊരു ഫയൽ മാത്രം നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ സ്റ്റോറേജ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലത്തെ സ്റ്റോറേജ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.